ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ബോക്സിംഗ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഓർത്തഡോക്സ് സ്റ്റാൻസിലും അതേപോലെ തന്നെ സൗത്ത് പാസ് സ്റ്റാൻസിലും നമ്മൾ നിൽക്കാൻ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ ഓർത്തഡോക്സ് സ്റ്റാൻസിലും സൗത്ത് പാസ് സ്റ്റാൻസിലും എങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വലിച്ചു നീട്ടാൻ നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സുഹൃത്തുക്കളെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച സിമ്പിളാണ് കേട്ടോ. ഈ സിമ്പിൾ തന്നെ നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ സ്റ്റാൻസിൽ നമ്മൾ നിൽക്കുക, ഓർത്തഡോക്സ് സ്റ്റാൻസിൽ നമ്മൾ നിൽക്കുകയാണേ. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചോക്കോ അല്ലെങ്കിൽ കാർപ്പറ്റിലാണെങ്കിൽ ഇതേപോലത്തെ ഒരു ടേപ്പോ എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ നമ്മുടെ ഫ്രണ്ട് കാലിരിക്കുന്നുണ്ടല്ലോ, ഫ്രണ്ട് കാലിൽ അതിൻ്റെ തള്ള വിരലിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഒട്ടിക്കുക, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഒട്ടിച്ചു. അപ്പം ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു പ്ലസ് സൈൻ കണക്ക് കാണും. അപ്പം അതിൻ്റെ അളവ് നോക്കിയിട്ട് കാലവിടെ പ്ലേസ് ചെയ്യുക. ആൻഡ് ഇവിടെ നിന്ന് നമ്മുടെ ബേക്കിരിക്കുന്ന ലെഗിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു നേരത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചായിരുന്നല്ലോ സുഹൃത്തുക്കളെ. ആ ലൈനും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ 2 ലൈൻ നമ്മൾ വരച്ചു അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്തു. ഇനി നേരത്തെ പോലെ നമ്മളെ കാൽ ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ 2 കാലിൻ്റെ ഹീല് പൊക്കുക. ഓക്കെ, ഹീല് പൊക്കുക. ഹീല് പൊക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ലെഗ് വേണം ഫസ്റ്റ് വയ്ക്കാൻ. കാണിച്ചു തരാം. 1 നമ്മൾ വെച്ചല്ലോ. ഇനി നമ്മൾ ബേക്കിലത്തെ ലെഗ് എടുത്ത് പ്ലേസ് ചെയ്യുക. 2 ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഫ്രണ്ടിലത്തെ ലെഗ് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ബേക്കിലത്തെ ലെഗ് എടുത്ത് പ്ലേസ് ചെയ്യുക. 1 2. ഇനിയിപ്പോൾ ബേക്കിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ബേക്കിലത്തെ ലെഗ് വേണം ഫസ്റ്റ് വെക്കാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ടിലത്തെ ലെഗ് പ്ലേസ് ചെയ്യാൻ. സുഹൃത്തുക്കളെ, നമ്മളപ്പം മൂവ്മെൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8. ഇനി ബേക്കിലത്തെ ലെഗ് വെച്ചു, പിന്നെ ഫ്രണ്ടിലത്തെ ലെഗ്. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി നമുക്ക് സൗത്ത് പാസ് സ്റ്റാൻസിൽ നിന്ന് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്ത് നോക്കാം. ടേപ്പ്. അപ്പം സൗത്ത് പാസ് സ്റ്റാൻസിൽ നമ്മളപ്പം ഇത് നേരത്തെ വരച്ച ലൈനാണേ സുഹൃത്തുക്കളെ. നമ്മളപ്പം ഈ ഒരു ബേക്കിലത്തെ ലെഗിൻ്റെ ഈ ഒരു ഭാഗത്തെ പ്ലസ് സൈൻ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളപ്പം സൗത്ത് പാസ് സ്റ്റാൻസിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെടുത്ത ടേപ്പ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ ആദ്യം കാല് പ്ലേസ് ചെയ്തു, നമ്മുടെ ലെഗ് പ്ലേസ് ചെയ്തു. ആൻഡ് ഇനി മൂവ്മെൻറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8. ഇനി ബേക്കിലോട്ട് 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യുക. എങ്ങനെ സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യും നമുക്ക് നോക്കാം. ഞാനിപ്പോൾ സൗത്ത് പാസ് സ്റ്റാൻസിൽ നിൽക്കുകയാണേ. സൗത്ത് പാസ് സ്റ്റാൻസ് ചെയ്യുന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെഗ് ഏതാണ് വെക്കേണ്ടത്? ബേക്കിരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ലെഗാണ് ആദ്യം നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, ലെഫ്റ്റ് ലെഗ് വെച്ചല്ലോ. ഇനി ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് പിന്നീട് നമ്മുടെ റൈറ്റ് ലെഗ് എടുത്ത് പ്ലേസ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ. ഓക്കെ, അതിന് മുമ്പായിട്ട് ഇനി നമ്മൾ ഹൊറിസോണ്ടലി ഈ പറയുന്ന ലൈന് ഹൊറിസോണ്ടലി നമ്മൾ ടേപ്പ് സ്റ്റിക്ക് ചെയ്യണം. സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ ഹൊറിസോണ്ടലി ആയിട്ട് 2 ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, നമ്മുടെ അപ്പം 2 കാലും പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് പോകാൻ നേരത്തെ എന്ത് ചെയ്യും? ലെഫ്റ്റ് ലെഗ് ആദ്യം വെച്ചു, പിന്നെ റൈറ്റ് ലെഗ് പിന്നീട് വെച്ചു. 1 2 3
4 5. ഓക്കെ, ഇനി തിരിച്ച്. ഇനി നമ്മൾ സുഹൃത്തുക്കളെ നമ്മളപ്പം തിരിച്ചു പോവുകയാണ്. ലെഫ്റ്റിൽ പോയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. സോ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകാൻ നേരത്ത് ഫസ്റ്റ് ഏത് ലെഗ് വെക്കും? റൈറ്റ് ലെഗ് വേണം ആദ്യം വെക്കാൻ, എന്നിട്ട് വേണം ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കാൻ. നമുക്കപ്പോൾ അത് ചെയ്യാം. ഓക്കെ, 1 ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗ് ആദ്യം വെച്ചു, പിന്നെ ലെഫ്റ്റ് ലെഗ് പ്ലേസ് ചെയ്തു. ഓക്കെ, റൈറ്റ് ലെഗ് വെച്ചു, ലെഫ്റ്റ് ലെഗ് പിന്നീട് പ്ലേസ് ചെയ്തു. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, ഇനിയിപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം. 1 2 3 4 5 6 7 8. തിരിച്ചു പോയാൽ 1 2 3. ഓക്കെ, ഇനി നമുക്ക് ഓർത്തഡോക്സ് സ്റ്റാൻസിൽ നിന്ന് ചെയ്യാം. സുഹൃത്തുക്കളെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മൾ ഓർത്തഡോക്സ് സ്റ്റാൻസിൽ നിന്നാലും സൗത്ത് പാസ് സ്റ്റാൻസിൽ നിന്നാലും ഫ്രണ്ടിൽ പോകുമ്പോൾ ഫ്രണ്ടിലത്തെ ലെഗ് ആദ്യം വെക്കുക, പിന്നെ ബേക്കിലത്തെ ലെഗ് പ്ലേസ് ചെയ്യുക. ബേക്കിലോട്ട് പോകുമ്പോൾ ബേക്കിലത്തെ ലെഗ് ആദ്യം വെക്കുക, പിന്നെ ഫ്രണ്ടിലത്തെ ലെഗ് പ്ലേസ് ചെയ്യുക. സൈഡിലോട്ട് പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുക, ലെഫ്റ്റ് സൈഡിലത്തെ ആദ്യം കാല് വെക്കുക, പിന്നെ റൈറ്റ് ലെഗിലത്തെ കാല് പിന്നീട് പ്ലേസ് ചെയ്യുക. റൈറ്റിലോട്ട് പോകുമ്പോൾ റൈറ്റ് ലെഗ് ആദ്യം വെക്കുക, ലെഫ്റ്റ് ലെഗ് വെക്കുക. അത് സൗത്ത് പേയിലായിക്കോട്ടെ ഓർത്തഡോക്സിലായിക്കോട്ടെ സുഹൃത്തുക്കളെ സെയിം രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർത്തഡോക്സ് സ്റ്റാൻസിൽ നിന്ന് ആദ്യം റൈറ്റ് സൈഡിലോട്ട് പോവാം. 1 2 3 4 5 6. ഓക്കെ, തിരിച്ചു പോവാം. 1 2 3 4 5 6 7 8. തിരിച്ചു പോവാം. 1 2 3 4 5. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമുക്കിതൊരു 5 ടൈംസ് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പോവുക, ബാക്ക് വരിക, ആദ്യം റൈറ്റ് സൈഡിൽ പോവുക, ലെഫ്റ്റ് സൈഡിൽ പോവുക, സ്ട്രെയിറ്റ് വരിക. ഇതാകുമ്പം ഒന്നായി. ഓക്കെ, ഇങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യാം. ഓക്കെ, 1 2 3 4 5. തിരിച്ച് 1 2 3 4 5 6 7. ഓക്കെ, ഇനി സൈഡ് 1 2 3 4 5. ഇനി തിരിച്ച് 1 2 3 4 5 6 7. ഇനി നമ്മൾ വന്ന പൊസിഷനിലോട്ട് 1 2 3 4. ഓക്കെ, ഇനി സ്ട്രൈറ്റ് 1 2 3 4 5. ബാക്ക് 1 2 3 4 5 6 7. ഇനി സൈഡ് 1 2 3 4 5 6. തിരിച്ച് 1 2 3 4 5 6 7. ഓക്കെ, ഇനി സ്ട്രൈറ്റ് 1 സ്ട്രൈറ്റ് അല്ല, നിന്ന സ്ഥലത്ത് വന്നു. ഓക്കെ, ഇനി ഫ്രണ്ട് 1 2 3 4. ബാക്ക് 1 2 3 4 5 6. ഓക്കെ, ഇനി റൈറ്റ് 1 2 3 4 5. ഓക്കെ, ഇനി ലെഫ്റ്റ് 1 2 3 4 5 6 7. ഓക്കെ, ഇനി ഒറിജിൻ 1 2 3 4. ഓക്കെ, ഇനി ഫ്രണ്ട് 1 2 3 4. ഓക്കെ, ഇനി ബാക്ക് 1 2 3 4 5 6. ഓക്കെ, ഇനി റൈറ്റ് 1 2 3 4 5. ഇനി ലെഫ്റ്റ് 1 2 3 4 5 6 7. ഓക്കെ, ഇനി ഒറിജിൻ 1 2 3 4. ഓക്കെ, ഇനി ഫ്രണ്ട് 1 2 3 4 5. ബാക്ക് 1 2 3 4 5 6 7. ഓക്കെ, ഇനി ലെഫ്റ്റ് 1 2 3 4 5. ഓക്കെ, ഇനി ലെഫ്റ്റ് 1 2 3 4 5. ഓക്കെ, ഇനി ഒറിജിൻ 1 2 3 4. സോ സുഹൃത്തുക്കളെ, അപ്പം നമ്മളിപ്പോൾ
ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ് പഠിച്ചു, ഗാർഡപ്പ് ചെയ്ത് സ്റ്റാൻസിൽ നിന്നിട്ട്. പിന്നെ എനിക്കറിയാം ഇത് ഒരു 2 times ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കാലിന് നല്ല ഫറ്റീഗ് വരും, നല്ല പെയിൻ വരും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയട്ടെ, ഇതൊരു 2 weeks ഒക്കെ ഈ ഒരു പെയിൻ കാണത്തുള്ളൂ, പിന്നെ ഇത് ഗ്രാജുവലി മാറും. ആൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ മിററിൽ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഫ്രണ്ടിൽ വെച്ചിട്ട് അവരെ ഗൈഡൻസിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നെങ്കിൽ അവർ പറഞ്ഞു തരും. ഓക്കെ സുഹൃത്തുക്കളെ, സോ നമുക്കപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ പറയട്ടെ, ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസ് ഡയറക്ഷനും നമ്മൾ പഠിക്കും. സോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.